പുലരുമോ രാവുമോ ആദ്യമായി എബ്രോഡേക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ ഞാനും പലർപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. വർക്ക് പ്ലേസിൽ ഒട്ടുമിക്ക ഒരു അത്ഭുതത്തോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ നാടും വീടും വീട്ടിൽ മറ്റൊരു ഭാഷയും സംസ്കാരവുമായിട്ട് അഡോപ്റ്റായി ജീവിക്കുന്നു? അവർക്കൊന്നും ഇത് സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അവർക്കറിയില്ലല്ലോ നമ്മൾ മലയാളികൾക്ക് എബ്രോഡ് നമ്മൾ പോലും അറിയാതെ ഒരുപറ്റ ആളുകൾ നമ്മുടെ ഒരു ഹോമായി മാറുന്നു. അങ്ങനെ എനിക്ക് ഹോമായി മാറിയവർ ഒരാൾ ഇന്ന് ഈ ന്യൂ ഇയറിൽ ഇവിടെ ബെൽഫാസ്റ്റിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്യുകയാണ്. നമുക്കിഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് നൽകുന്നത് എന്തിനും, അതിപ്പോൾ കുറച്ച് സമയമാണെങ്കിൽ അതിനു പോലും ഒരുപാട് വാല്യൂ നമ്മൾ കൊടുക്കേണ്ടതുണ്ടെന്നും അതൊക്കെ ഒരുപാട് വാല്യൂ ചെയ്യപ്പെടേണ്ടതാണെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇത്രയും വിലപ്പെട്ടവരിൽ ഒരാളായ ഈ ഒരാൾക്ക് വേണ്ടി ചെറുതാണെങ്കിലും സമയം കണ്ടെത്തി ഒരുപാട് സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, ആശംസകളോടെ കുറച്ച് ഗിഫ്റ്റ് ഞാൻ പാക്ക് ചെയ്യുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ആൾക്ക് ഓർണമെൻറ്റ്സ് വളരെ വലിയ ഇഷ്ടമായതുകൊണ്ട് എൻ്റെ കണ്ണും അതിലാണ് ഉടക്കിയത്. പിന്നെ ഒന്നും നോക്കിയില്ല. നാളെ പോകാനായി എല്ലാം പാക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒരുപാട് വെയിറ്റ് അവർക്ക് ഇനിയും കൊണ്ടുപോകാൻ കഴിയില്ല. എന്നാലും എൻ്റെ ഈ കുട്ടി ഗിഫ്റ്റ് വെക്കാൻ അവർ ഒരു സ്ഥലം കണ്ടെത്തും എന്ന പ്രതീക്ഷയോടെ, സ്നേഹത്തോടെ ചെറിയൊരു കാർഡും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊണ്ട് ടു ദ സ്പെഷ്യൽ പേഴ്സൺ, താങ്ക് യു എ ലോട്ട്.